ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മൾ നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ചെയ്ത് സുപ്പുവിന് ഒത്തിരി മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോഴൊത്തിരി മാറ്റങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് കൂട്ടുകാരായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ മുഖമല്ലേ മിനുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് നമ്മുടെ കൈയൊക്കെ ഒന്ന് സുന്ദരന്മാരും ഒക്കെ ആക്കാവുന്ന. അപ്പോഴേ തുണി കഴുകിയും പാത്രം കഴുകിയും പിന്നെ മുറ്റം തൂത്തുമൊക്കെ എന്താ പാറ പോലെ ഇരിക്കുന്ന നമ്മുടെ കൈകളൊക്കെ ഒന്ന് മിനുസമാക്കാനും പിന്നെ ഈ കൈമുട്ടിലെ നമ്മുടെ കറുപ്പുകളൊക്കെ ഒന്ന് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ടിപ്പുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ഈ കൈകളിലും വിരലിലും ഒക്കെ നമുക്കിത് ചെയ്യാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കറുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ വല്ലപ്പോഴെങ്കിലും നമ്മൾ ആഴ്ചയിലെങ്ങാനും നമ്മളിങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നാളും ഞാൻ കല്ലുപ്പിൻ്റെ ചെയ്തില്ല. അപ്പോഴെന്നെ ഒത്തിരി പേര് കളിയാക്കി കേട്ടോ. മീൻ ക്ലീൻ ചെയ്യാനാണ് കല്ലുപ്പ്. അതെനിക്കും അറിയാം, ഞാൻ മന്ദബുദ്ധിയൊന്നും അല്ല കേട്ടോ. മീൻ ക്ലീൻ ചെയ്യാൻ നമ്മളും കല്ലുപ്പൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴന്ന് ഞാൻ ആ കൈയുടെ ഇത് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് എന്നെ കളിയാക്കി. സാരമില്ല, കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ. പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവമായിട്ടാണ് കാണിച്ചു തരുന്നത്. നല്ല റിസൾട്ട് നമുക്ക് അതൊക്കെ ചെയ്യുമ്പം കിട്ടും കേട്ടോ. എന്താ കട്ടി ഓടിയ കൈകളൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ നമ്മുടെ ഈ കൈപ്പത്തിയൊക്കെ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. ഇത് നമ്മൾ മുഖം ചെയ്യുന്നത് പോലെ തന്നെ, മുഖത്തെ ടിപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കൈയും കഴുകി കൈയുടെ മുട്ടും അതുപോലെ തന്നെ നമ്മൾ കഴുകിയിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്ന് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ കയ്യും മുട്ടൊക്കെ കഴുകിയിട്ടാണ് വന്നത്, കൈയൊക്കെ കഴുകിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഏതൊക്കെ സംഭവങ്ങൾ ഇട്ടാണ് നമ്മൾ ഈ കിടുക്കാച്ചി ഐറ്റം തയ്യാറാക്കുന്നതെന്ന് പറയാം. രണ്ട് കൂട്ടം ഐറ്റങ്ങൾ മാത്രം മതി കേട്ടോ. ഇതിന് ഗ്ലിസറിനും വേണം, മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി. നിങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ചങ്ങോട്ട് ചെയ്യാൻ നോക്കുക. ഞാനും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല വ്യത്യാസമുണ്ട് നമുക്ക് കേട്ടോ. ഇത് ചെയ്തപ്പോൾ നല്ല വ്യത്യാസങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ടാട്ടോ ഞാനിതിപ്പം പറയുന്നത്. അപ്പോഴേ മഞ്ഞളായതുകൊണ്ട് തന്നെ ഒരു ഏത്താപ്പൊക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. നൈറ്റിക്കകത്താവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പം തേക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് പറ്റിയാൽ പോകത്തില്ല കേട്ടോ. കൈയല്ലേ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിലൊക്കെ പറ്റിയാൽ പോകത്തില്ല. അതിന് ഏത്താപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് കേട്ടോ. അവിടെ കിടക്കട്ടെ, അവനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി കേട്ടോ. ഗ്ലിസറിനും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. നമുക്ക് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ എടുത്തോളൂ കേട്ടോ. അളവുകൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കൈകളിലും ഒക്കെ തേക്കണമല്ലോ. അപ്പോൾ അളവൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഒരു സ്പൂണ് കേട്ടോ, ഒരു സ്പൂൺ ഏകദേശം എൻ്റെ കയ്യിരിക്കുന്ന ചെറിയ സ്പൂണിന് ഒരു സ്പൂണൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്ലിസറിനെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. മഞ്ഞൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. ഒരുപാട് നമ്മൾ മഞ്ഞൾ വേണമെന്ന് വെച്ച് ഒരുപാട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കുറച്ച് കേട്ടോ, കുറച്ച്. എന്നിട്ട് ഇവനെ രണ്ടുപേരെയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. കളർ എത്രമാത്രം ആവുമെന്ന്. മഞ്ഞപ്പൊടിയൊക്കെ ഒരുപാട് തട്ടിയിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര കളറാവും. തിരിയും കൂടെ വേണം കേട്ടോ. കളർ ചേഞ്ച് ഉണ്ടാവാനാണ് നമ്മൾ മഞ്ഞൾ കേട്ടോ. ഗ്ലിസറിൻ നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ്, നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ ഇടുന്നത് തന്നെ സോഫ്റ്റൊക്കെ ആവാൻ വേണ്ടിയാണല്ലോ ഗ്ലിസറിനൊക്കെ നമ്മൾ ചേർക്കുന്നത്. മഞ്ഞൾ നമ്മൾ നല്ല കളറൊക്കെ വെക്കാൻ, ഇരുണ്ട് പിടിച്ചിരിക്കുന്ന കളറുകളൊക്കെ നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കങ്ങ് ഒരാഴ്ച കൊണ്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ എനിക്ക് ഈ വൈറ്റമിൻ ഡി കുറയുമ്പം ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതകളാണ്, ശരീരം മുഴുക്കോ വേദനയൊക്കെ കേട്ടോ. ഇന്നലെ ഉച്ച സമയം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വല്ലാതാവും. അപ്പോഴും ഞാൻ ഇന്നലെ വിചാരിച്ചു ഒന്ന് വെയിൽ കൊള്ളാതെ, അങ്ങനെ രാവിലെ പോയിരുന്നു വെയിൽ കൊണ്ട് കേട്ടോ.
വെയിൽ കൊണ്ടപ്പോൾ ഒരിച്ചിരി ഉഷാറൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. ഉച്ച കഴിഞ്ഞ് പിന്നെ തീരെ കിടപ്പാ, കട്ടിലേന്ന് ഞാൻ എഴുന്നേക്കത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഈ രാവിലെ തുള്ളിച്ചാടി നടക്കുന്ന ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്ന ഞാനേ അല്ല. ഉച്ച കഴിഞ്ഞ് എന്താ കാര്യമെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. ആരെങ്കിലും ഇനി കൂടോത്രം വല്ലതും തന്നോന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും എനിക്ക് ഭയങ്കര ക്ഷീണവും കുഴപ്പങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഇവിടെ വന്നിരിക്കുമ്പോൾ ഉള്ള ഈ ഇതൊക്കെ ഉള്ളൂ, അട്ടവും കുലുക്കവും ഒക്കെ ഉള്ളൂ. പിന്നെ പിന്നെ വണ്ടി ഞങ്ങൾ ഷെഡിലാട്ടോ. അപ്പോഴും അവിടെ വൈറ്റമിൻ ഡി കുറവ് ചിലപ്പോൾ അതിൻ്റെ എനിക്ക് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴിങ്ങനെ സൂര്യപ്രകാശമൊക്കെ രാവിലത്തെ ഇളം വെയിലൊക്കെ കൊള്ളുമ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുമെന്ന് ഡോക്ടർ തന്നെ നിർദ്ദേശിച്ച് മരുന്നും കഴിച്ചതാട്ടോ. നമുക്ക് അതുകൊണ്ട് പല പല അസുഖങ്ങളുണ്ടാവും. ഈ വൈറ്റമിൻ ഡി പിന്നെ കുറയുമ്പോൾ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, പൊണ്ണത്തടി ഉണ്ടാവും ചിലർക്ക്. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറയുന്ന മോളെ, അല്ല എൻ്റെ പ്രായം എന്നെക്കാട്ടിൽ ഇളയതാണ് ഡോക്ടർ കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. പുള്ളിക്കാരത്തി ഭയങ്കര എന്നെക്കാട്ടിലും തടിച്ചു. അപ്പോഴേ ഈ എല്ലാം പറഞ്ഞപ്പം എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും 1500 മേളിൽ പോകും തോന്നുന്നു ഇപ്പം കേട്ടോ. ഇത് നമുക്ക് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 1500 മേളിൽ പോകും തോന്നുന്നു. അപ്പോഴെന്തായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എൻ്റെ അതേ അവസ്ഥയാണ് ഡോക്ടർക്കും. പുള്ളിക്കാരത്തേക്ക് ഇത് തന്നെ ഉണ്ട്. അപ്പോഴൊത്തിരി മരുന്നൊക്കെ കഴിച്ച് സൂര്യപ്രകാശമൊക്കെ കൊണ്ടപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു കേട്ടോ. ഇപ്പം വരെ കയറി ഇരിക്കുകയല്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. കാറ്റടിക്കാൻ ഞാൻ കാറ്റൊന്നും കൊള്ളാൻ ഞാൻ ഇറങ്ങുന്നില്ലല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ രാവിലെ ഇരിക്കാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ ഇത് തേച്ചുകൊണ്ട് കാര്യം പറയല്ലേ. അപ്പോഴും നമ്മൾ തേക്കാൻ പോകും. നമ്മൾ മിക്സിയിലേക്കുന്നത് നമുക്ക് തേക്കാം. അപ്പോൾ അതിൻ്റെ ഞാൻ ഈ ഫ്രണ്ടിലാട്ടോ നമ്മളിരിക്കുന്നപ്പോഴും നമ്മൾ തേക്കാൻ തുടങ്ങുക. ഇത് ദൈവമേ കവിലമേ കത്തോണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഗ്ലിസറിന് ഒരു ചെറിയ നമ്മൾ തേക്കുമ്പോൾ ഇവർ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ചൂട് മാതിരി എനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയണം നിങ്ങൾ ചെയ്തിട്ട് എനിക്കങ്ങനെ. ഇനി എൻ്റെ ആ സ്കിന്നിൻ്റെ എന്തെങ്കിലും ഇതാണോ, പക്ഷേ കുഴപ്പങ്ങളൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല, നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മുടെ കൈകളിലും ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ പറയാൻ വന്ന കാര്യം, വെയിലത്ത് ചെന്ന് അവിടെ ഇരുന്നത്. അപ്പോഴത് അവിടെ 2 വശത്തുമാണ് നമ്മുടെ പച്ചമഞ്ഞൾ ഞാൻ നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പച്ചപ്പൊടി വേണോ, ഇനി ഇങ്ങനെയൊക്കെ എടുക്കാൻ വേണമല്ലോ. അപ്പോൾ ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല, ഈ മഞ്ഞളൊന്നും ഉണക്കാനുള്ള കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല കേട്ടോ. അതാണ് കാരണം. അപ്പോഴേ ഇങ്ങനെ ഈ 2 കയ്യിൽ എനിക്ക് ഇതത്ര വാക്കില്ല കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ 2 കയ്യിൽ നമ്മൾ ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഷോൾഡറിന് ഭയങ്കര വേദന, നമുക്ക് ഇങ്ങനെ ഇരുന്ന് തേക്കാൻ ഒക്കത്തില്ല കേട്ടോ. നടുവിനൊക്കെ ഭയങ്കര അസ്വസ്ഥതകളുണ്ടാവും. അപ്പോൾ ഈ കൈ മുഴുക്കെ നമുക്കിത് ചെയ്യാം ഇങ്ങനെ കേട്ടോ. നമ്മുടെ വിരലൊക്കെ നമ്മളിങ്ങനെ ഒന്ന് മസാജൊക്കെ, അവനെ ഇങ്ങനെ വലിക്കാതെയും പിടിക്കാതെയൊക്കെ ഇരിക്കില്ല. അപ്പോൾ ഇവനെ ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ച് നോക്കുകയും ഇവന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ പളവള മിന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. നമ്മുടെ മുഖം മാത്രമല്ല നമ്മൾ മിനുക്കിക്കൊണ്ട് നടക്കേണ്ടത്, നമ്മുടെ കൈകളും കാലുകളും ഒക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് ചെയ്യണം കേട്ടോ. മഞ്ഞളായി കഴിഞ്ഞാൽ അതിന് പഴയതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്തോളൂ. മഞ്ഞളായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോഴിപ്പം ഞാൻ എൻ്റെ ഇടത് കൈ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ, വശമില്ല കേട്ടോ. ഭയങ്കര നടുവേദന നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. മുഖത്താണെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴെൻ്റെ ഇടത് കൈ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. നമുക്കൊരു 10-20 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് തുടയ്ക്കുകയോ കഴിയുകയോ ചെയ്യാം കേട്ടോ. സോപ്പൊന്നും ഇടാതെ നമ്മളിത് ചെയ്യണം കേട്ടോ. ചെയ്യണമെന്നല്ല, കഴുകണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിരലുകളും നമ്മുടെ ഈ കൈയുടെ ഈ പാദവും ഒക്കെ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. നല്ല സോഫ്റ്റ് ആവും. അപ്പോഴാ മഞ്ഞൾ പറിക്കാൻ പോയി ഇരുന്നതാണ് ഞാൻ, പക്ഷേ ഇന്നും പറിച്ചില്ല. രാവിലെയൊക്കെ മഴയൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴും നല്ലൊരു വെയിലും വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളൊക്കെ നന്നായിട്ട് ഉണക്കാനൊക്കത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് തേച്ച് കൊടുക്കണം. നിങ്ങൾ കാലിലും കയ്യിലും കേട്ടോ. കാലിൻ്റെ മുട്ടിൽ കറുപ്പുകളും ഒക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ നമുക്ക് പോയി കിട്ടും. ഈ വിരലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് നമ്മുടെ നരമ്പുകളൊക്കെ, നമ്മുടെ കയ്യിലെ നരമ്പുകളുണ്ടല്ലോ,
ഈ ചില സമയത്ത് ഇവന്മാരെല്ലാം പൊങ്ങി നിൽക്കുന്നതാണ്. എനിക്കിത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആ നരമ്പെല്ലാം താന്നു വന്നു കേട്ടോ. ഇപ്പം നരമ്പ് ചിലപ്പം നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഈ നരമ്പുകളെല്ലാം പൊങ്ങിയിരിക്കും. നന്നായിട്ട് നമുക്കത് എടുത്തറിയും. ചിലർക്കാണെങ്കിൽ മാംസമൊക്കെ ഉള്ള കൈയാണെങ്കിൽ വൃത്തികേടൊന്നുമില്ല. പക്ഷേ എല്ലുങ്കോനയുള്ള കൈയൊക്കെ ആണെങ്കിൽ ഭയങ്കര വൃത്തികേടാവും. ഇത് പിന്നെ ഞാൻ ഇന്നലെ ബ്ലഡൊക്കെ പരിശോധിക്കാൻ പോയി. സത്യം പറഞ്ഞാൽ ചില സമയത്ത് പോയി ഇതിനകത്തു നിന്നൊന്നും ബ്ലഡ് എടുക്കാനും ഒക്കത്തില്ല. എന്ന് വെച്ചാൽ നരമ്പ് കിട്ടത്തില്ല. മാംസം ഇങ്ങനെ ഉള്ളത് കൊണ്ട് നരമ്പ് നമുക്ക് കിട്ടത്തില്ല. ചില സമയത്താണെന്ന് നോക്കി ഇവിടെയൊക്കെ എഴുന്നേറ്റിരിക്കുന്നതാണ്. അപ്പോഴും ഞാൻ ഓടിപ്പോയി, അത്ര വെള്ളത്തിലല്ല, നീ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടടാന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും നമുക്ക് ഒരു ആഴ്ചയിലൊക്കെ നമ്മളിങ്ങനെ ഇത്തിരി നേരം ഇങ്ങനെ ചെയ്ത് അത് നമുക്ക് മാറി കിട്ടും കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക. ചിലരുടെയൊക്കെ നരമ്പുകളൊക്കെ എഴുന്നേറ്റിരിക്കും. രോമാഞ്ചം കൊണ്ട് ഇരിക്കത്തില്ല നരമ്പുകൾ. രോമാഞ്ചം കൊണ്ട് നിൽക്കുന്നില്ല. നരമ്പ് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമോ എനിക്കറിയത്തില്ല. ചില നരമ്പുകൾ എഴുന്നേറ്റ് നിൽക്കും രോമാഞ്ചം കൊണ്ട്. എന്താ രോമാഞ്ചം കൊണ്ട് എനിക്കത് വാക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ രോമാഞ്ചം കൊണ്ട് എന്താ പുളരിത ആവുമോ, അങ്ങനെ ഒരു വാക്കുണ്ട്. പുളരിത ആവുമോ എന്തോ ഒരു വാക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറ കേട്ടോ. പുകിലർ എന്താ എനിക്ക് ആ വാക്ക് കിട്ടുന്നേ ഇല്ല. എൻ്റെ ഭഗവാനെ നാണം കിട്ടും ഞാൻ. അപ്പോഴ് തന്നെ നമുക്കിത് ഇങ്ങനെ നമ്മൾ തേക്കുമ്പം തന്നെ നമ്മുടെ കൈയൊക്കെ ഒരു സോഫ്റ്റ് ആവാൻ തുടങ്ങുന്നു വെച്ചാൽ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും സോഫ്റ്റ് ആവത്തില്ല ഇത് കേട്ടോ. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും സോഫ്റ്റ് ഒന്നും ആവത്തില്ല. ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. വിരലൊക്കെ ഇങ്ങനെ നമ്മൾ പാറ പോലെ ഇരിക്കുന്ന നമ്മൾ വിരലുകളെ എല്ലാം സ്നേഹപൂർവ്വം ഇങ്ങനെ തടവണം. അപ്പോഴേ നമ്മുടെ ഇതൊക്കെ അങ്ങ് ഫുള്ളായിരുന്നു, വീഡിയോ ഒത്തിരി ഫുള്ളായിരുന്നു. അപ്പോഴേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ടച്ച് അങ്ങോട്ട് ഇതാവത്തതേ ഇല്ല കേട്ടോ. എത്രമാത്രം ഞാൻ കുത്തിയെന്നറിയാമോ. അവസാനം പിന്നെ ഷാളും കൊണ്ട് അതിട്ട് ഇതൊക്കെ ഇത് ശരിയാക്കി കേട്ടോ. ഞാൻ ഫുള്ള് വീഡിയോ ഒത്തിരി ഉണ്ടായിരുന്നേ, അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോഴേ നിങ്ങൾ ഇങ്ങനെ തേച്ചിട്ട് വെറുതെ ഇരിക്കരുത്. നമ്മുടെ ആ നരമ്പുകളൊക്കെ ഇങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി നമുക്ക് വ്യത്യാസം കിട്ടും കേട്ടോ. ഒത്തിരി നമുക്ക് വ്യത്യാസം കിട്ടും. നരമ്പുകളൊക്കെ പൊങ്ങിയിരിക്കുന്നതൊക്കെ നമുക്ക് മാറി കിട്ടും. 2 കൈയിലും ചെയ്യണം കേട്ടോ. 2 കൈയിലും ചെയ്യണം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ്. അപ്പോഴും തന്നെ നമുക്ക് ഈ മഞ്ഞളും കൂടെ ഉള്ളതുകൊണ്ട് നല്ല കളറ് കിട്ടും കേട്ടോ. നല്ല കളറും കിട്ടും. നമ്മൾ ഇവിടെ നല്ലതായിട്ട് ആക്കണം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കൊണ്ടോ എൻ്റെ നൈറ്റിക്ക് അതെല്ലാം കളറ് പറ്റിയ പിള്ളേരെ ഞാനതങ്ങനെ ഇട്ട്. അതാ ഞാനിങ്ങനെ ഇട്ട്. നമ്മുടെ പഴയതൊക്കെ ഇടാവും. ഇങ്ങനെയൊക്കെ കളറില്ലാത്ത നൈറ്റി ആകുമ്പോൾ പറ്റിയത് തന്നെ കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ കാലിലും ചെയ്തോണം കേട്ടോ. കാലിൻ്റെ വിരലിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടല്ലോ, ഈ വിരലിൻ്റെ ആ മുട്ടുഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ കറുപ്പുകളൊക്കെ വരത്തില്ല, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. കാലിലും കയ്യിലും നമുക്കിത് ചെയ്യാം. പിന്നെ കാലിൻ്റെ അങ്ങനെ പാദത്തിലൊന്നും ആരും കാണത്തില്ല. എന്നാലും നമുക്ക് കൈകൾക്കൊക്കെ നാണക്കേട് വരും ഇങ്ങനെ നരമ്പുകൾ പൊങ്ങിയിരുന്നാൽ കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ നന്നായിട്ട് കൈയുടെ ഇവിടെ ഇങ്ങനെ ഈ കറുപ്പൊക്കെയുള്ള ഭാഗത്ത് നന്നായിട്ടിങ്ങനെ ചെയ്യണം കേട്ടോ. ഈ നരമ്പിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഓരോ വിരലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ മതി നമുക്ക്. ഗ്ലിസറിൻ നമുക്ക് 1 സ്പൂണൊക്കെ മതി. മഞ്ഞൾപ്പൊടിയും ഒരുപാടൊന്നും നമ്മൾ എടുക്കേണ്ട. നമ്മളിത് മിക്സ് ചെയ്ത് ഇങ്ങനെ പുരട്ടി കഴിയുമ്പം തന്നെ നമുക്ക് നല്ല കളറ് കിട്ടും. നമ്മുടെ കൈകൾക്ക് ഒരു 10-20-15 മിനിറ്റൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തിട്ട് നമ്മളിത് കഴുകി മാറ്റുക. പിന്നെ സോപ്പൊന്നും ഇട്ട് നമുക്ക് കഴുകി മാറ്റുക കേട്ടോ. അപ്പോഴും നമ്മുടെ അണ്ണൻ ഇനി വന്നു എന്നോട് ചോദിക്കുക, നീ മദാമയ്ക്ക് പഠിക്കുവാന്ന് തോന്നുന്നു. ഇന്നലെ വരെ ഇവിടെ മുഖത്തെ ഇതേ പണിയെ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പം വന്നപ്പോൾ നീ കയ്യും കുത്തിയിരുന്ന് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് ചോദിക്കാൻ മദാമയ്ക്ക് പഠിക്കുകയെന്ന് തോന്നേ. എല്ലാ പഠിത്തവും കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ
ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ആ നരമ്പുകളൊക്കെ മരോടിപ്പോട്ടെ, പൊങ്ങിയിരിക്കുന്ന നരമ്പുകളെയൊക്കെ നമ്മൾ അങ്ങോട്ട് ഇതാക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യണം എല്ലാവരും കേട്ടോ. എൻ്റെ 2 കൈയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ കനവില്ല കേട്ടോ, ഇവിടെ കനവില്ല. എല്ലാവരും ചോദിക്കും ഒടിഞ്ഞ കൈയാണോ സുപ്പുവിൻ്റെന്ന്. വലത്തെ കൈ ഒടിഞ്ഞു പോയതല്ല, ഇവിടുന്ന് വിട്ടു മാറിയതാണ്. പിന്നെ ആ ഡോക്ടർ പിടിച്ചിട്ട്, പാവം ഡോക്ടർ മരിച്ചുപോയി കേട്ടോ. ഒരു 5-6 മാസമായി ഞങ്ങളുടെ ഡോക്ടർ മരിച്ചുപോയി. ഇത് നമ്മുടെ ഇവിടെ നിന്ന് വിട്ടുപോയി. ഇങ്ങനെ നടന്ന് കറങ്ങുമായിരുന്നു. ഇത്രയും ഭാഗം ഇവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ അവസ്ഥയുണ്ടല്ലോ ഭയങ്കര. അയ്യോ, ഇങ്ങനെ നടന്ന് കറങ്ങുമായിരുന്നു. ഒരു പിടുത്തമില്ലാതെ നമ്മുടെ ഇവിടുത്തെ ഈ മുട്ടിയിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അയ്യോ എൻ്റെ പൊന്നേ, എനിക്ക് വയ്യ. അപ്പോഴേക്ക് കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ മതി. എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളിത് കഴുകണം കേട്ടോ. കഴുകിയോ തുടച്ചോ നമുക്ക് മാറ്റാം. ഞാനിപ്പം തുടച്ച് കാണിക്കാം. കഴുകി മാറ്റാതെ ടിഷ്യൂ വെച്ച് തുടച്ച് മാറ്റിത്തരാം. നമ്മുടെ കൈക്ക് നല്ല കളറ് കിട്ടും കേട്ടോ, നല്ല കളറും കിട്ടും. രണ്ട് കൈയിലും നമ്മൾ ചെയ്യണം കേട്ടോ. മുട്ടി ചെയ്തില്ല, അത് നമുക്ക് പിന്നെ ചെയ്യാം. നിങ്ങളെ ഇപ്പോൾ ഒരു കൈ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. നമ്മുടെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. കൈയുടെ പാദം നമ്മളിങ്ങനെ ചൂട് പിടിപ്പിക്കത്തില്ലേ നമ്മളൊക്കെ, അപ്പോഴത് മാതിരി സോഫ്റ്റ് ആവാൻ വേണ്ടി കേട്ടോ, സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യണം. അതേ വിയർത്ത് കുളിച്ച് കേട്ടോ ഇതൊക്കെ ചെയ്ത്. എന്തൊരു ചൂടിപ്പോഴത്തെ. നമ്മുടെ വിരളയിലെല്ലാം ഇങ്ങനെ ആക്കണം കേട്ടോ. ഓരോ വിരലുകളും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. വെറുതെ നിങ്ങൾ പുരട്ടിയിട്ട് ഇരിക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തുടച്ച് മാറ്റാം. ഞാൻ ഇത്തിരി സമയം കൂടെ ഇരുന്നിട്ട് ഞാനങ്ങ് തുടച്ച് കാണിക്കാം കേട്ടോ. സമയം 10-15 മിനിറ്റ് ആയോ. നല്ല കളറ് കിട്ടും നമ്മുടെ കൈ കേട്ടോ. സോഫ്റ്റ് ആവുന്നേ. അപ്പോഴും നേരത്തേനേക്കാളും നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റായി. തുടച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോഴത്തേ ഞാൻ അത് കഴുകി കേട്ടോ. കഴുകി തുടക്കാം കേട്ടോ. അപ്പോഴും തന്നെ നമുക്ക് നല്ല വ്യത്യാസം തോന്നേ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ കൈക്കൊക്കെ നല്ല വ്യത്യാസം കിട്ടും. ഈ കൈയുടെ കൂട്ടിയിരിക്കുമല്ലോ ഇപ്പോൾ ഈ ഇടത്തെ കൈ എന്ന് വെച്ചാൽ ഇതല്ലേ ഞാൻ കൂടുതലായിട്ട് ചെയ്തത്. നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ, കളറ് കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് ഒന്നും നമുക്കിതൊന്നും മാറത്തില്ല. എന്ത് തന്നെയാണെങ്കിലും കേട്ടോ. നമുക്ക് ആഴ്ചയിൽ ഒക്കെ ചെയ്ത് നോക്കണം, ആഴ്ചയിലോ. അപ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ വിരലുകൾ ഇങ്ങനെ പിടിച്ച് കേട്ടോ മസാജൊക്കെ ചെയ്യണം. വെറുതെ അല്ല, ഇവിടെ നമ്മൾ ചെയ്തല്ലോ, ഈ കൈ നമ്മൾ ചെയ്തില്ലല്ലോ, ഈ ഒരു കൈയല്ലേ നമ്മൾ ചെയ്തോളൂ. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കറുത്തിരിക്കുന്നു ഇപ്പോൾ ഈ കൈ. ഇതിപ്പം വേറെ കളറും ആയിട്ടിരിക്കുന്നത്. സാരമില്ല, ഞാൻ പിന്നെ വൈകിട്ട് ചെയ്തോളാം കേട്ടോ. അപ്പോഴും 2 കൈയും ചെയ്യണം, വാക്കുമില്ല. ഭയങ്കര ഷോൾഡറിന് ഭയങ്കര വേദന ഇന്ന്. അപ്പോൾ നല്ല നമുക്ക് കളറ് കിട്ടും കേട്ടോ. അന്നേരത്തെ നോക്ക് നല്ല വ്യത്യാസമുണ്ട്, നല്ല കളറുണ്ട്. ഇതിന് കളറില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് തന്നെ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കറുപ്പുകളൊക്കെ നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടും. തുടർച്ചയായിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കണം. പിന്നെ മഞ്ഞളൊക്കെ എടുക്കുമ്പോൾ ഇതേപോലുള്ള പഴയതൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ ഇതിനകത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നല്ല വ്യത്യാസമുണ്ട് 2 കൈയും തമ്മിൽ കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. ഇത് കറുത്തിരിക്കുക ഈ കൈ, ഇത് വേറെ കളറുമായി, നല്ല കളറായി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അതോ എനിക്ക് മാത്രമേ തോന്നുന്നുള്ളൂ? ഇതിനകത്ത് എത്രമാത്രം എനിക്കറിയത്തില്ല, പക്ഷേ ഇതിനകത്ത് നല്ല കളർ തോന്നിക്കുന്നു. അപ്പോഴേ ഒരു 10-15 മിനിറ്റ് നിങ്ങളെ വെച്ചിട്ട് അത് സോഫ്റ്റായി കേട്ടോ. കൈ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ഇത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ ഈ കിടുക്കോച്ച് വിദ്യ കേട്ടോ. അപ്പോഴെനിക്കിന്ന് ഭയങ്കര ഒരു സന്തോഷമുണ്ടായി. രാവിലെ ഇവിടെ നമ്മളറിയുന്നൊരു പയ്യന് ഒരനിയൻ കേട്ടോ, ഗൾഫിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച കണ്ട വന്നത്. ഞാനന്നേരം ഉറക്കപ്പിച്ചയിലൊക്കെ ചാടി എണ്ണിട്ട് വരുന്നേ. നമ്മുടെ അണ്ണനെ കാണാൻ വന്നതായിട്ട്. പക്ഷെ കണ്ടപ്പോഴേ ചേച്ചിയെ ഞാൻ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ.
കൊള്ളാം കേട്ടോ. എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. അതാണ് സ്നേഹം അല്ലേ. അപ്പോഴാ മിക്കവാറും നമുക്ക് ഗുഡ് മോർണിംഗും ഒക്കെ നമ്മൾ അണ്ണൻ അയക്കുന്നുണ്ട്. പക്ഷെ എന്നെ കണ്ടപ്പോഴത്തേന് ഗൾഫിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കണ്ട് വന്നേ, അപ്പോഴെന്തോ കാര്യം പറയാൻ വന്നതായിട്ടോ നമ്മുടെ അണ്ണൻ്റെ അടുത്ത്. പക്ഷെ ആ സന്തോഷം എൻ്റെ അടുത്താ പറയുന്ന, ആ സന്തോഷവും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ചേച്ചി. കൊള്ളാം കേട്ടോ, ലൈക്കൊക്കെ തരുന്നുണ്ട്. എന്തൊരു സ്നേഹമായിട്ടാണെന്നത് അറിയാമോ അത് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അങ്ങനെ അങ്ങ് പോയി കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷങ്ങളല്ലേ നമ്മുടെ അടുത്ത് ഇങ്ങനെ സന്തോഷമൊക്കെ പറയുമ്പോൾ. അപ്പോഴൊത്തിരി സന്തോഷം. എൻ്റെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ആയിട്ടാണ്. ഞാൻ വലിയ ഭാരമേറിയ വലിയ ആനയുടെ അത്രയുള്ള ടിപ്പൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് ഐറ്റങ്ങളുമായിട്ടാണ് നമ്മൾ എന്നും വരുന്നത്. അപ്പോഴതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നുള്ള നമ്മുടെ യാത്രയിൽ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്ന സുഖം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ടിപ്പൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. ചെയ്യുന്ന ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഒത്തിരി അനിയത്തിമാർ പറയുന്നുണ്ട് ചെയ്ത് നോക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോഴും സുഖു ചേച്ചിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുമ്പം. പിന്നെ ചിലർക്ക് അതിനൊന്നും സമയമൊന്നും കിട്ടാത്തവർ കാണും, സാരമില്ല. എന്നാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. വീണ്ടും നന്ദി പറഞ്ഞിട്ടും തീരുന്നില്ലെന്നുള്ളതാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ.